2011 ഏഷ്യ കപ്പ് ഫുട്ബോളിന് ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നു. ദീർഘകാലത്തിന് ശേഷം ഇന്ത്യ ഏഷ്യ കപ്പിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ അത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഉൾപ്പെടെ പോകുന്നുണ്ട്. ദോഹയിലെത്തുന്നു. പിറ്റേ ദിവസം ടീമുമായിട്ട് ബന്ധപ്പെടുന്നു. കളി തുടങ്ങിയിട്ടില്ല, അതായത് ചാമ്പ്യൻഷിപ്പ് തുടങ്ങിയിട്ടില്ല. ഇന്ത്യൻ ടീമിൻ്റെ പ്രാക്ടീസ് സെഷൻ, അതിൽ നമ്മുടെ മുഹമ്മദ് റാഫിയുണ്ട്, NP പ്രദീപൊക്കെ കളിക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ്. അതുകൊണ്ട് ഈ പ്രാക്ടീസ് സെഷൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഖലീഫ സ്റ്റേഡിയത്തിലേക്ക് പോകുന്നു. ഖലീഫ സ്റ്റേഡിയത്തിനകത്ത് സുരക്ഷയൊക്കെ കഴിഞ്ഞ് പ്രവേശിച്ചപ്പോൾ അവിടുന്ന് ഗ്രൗണ്ടിലേക്ക് എത്തണമെങ്കിൽ, അതായത് കളിക്കാരുമായിട്ട് സംസാരിക്കാൻ, അപ്പോൾ ആ ഗ്രൗണ്ട് സ്റ്റാഫ് നമുക്ക് ഇന്ത്യൻ ടീമിൻ്റെ ലൈസൺ മാനേജറുണ്ട്, അദ്ദേഹത്തെ ബന്ധപ്പെടാം എന്ന് പറഞ്ഞൊരു നമ്പർ തരുന്നു. ആ നമ്പറിൽ വിളിക്കുന്നു. ആ നമ്പറിൽ വിളിച്ചപ്പോൾ ആ ലൈസൺ മാനേജർ ഗ്രൗണ്ടിലേക്ക് വരാനായിട്ട് പറഞ്ഞു. ഗ്രൗണ്ടിൽ എത്തിയപ്പോൾ ആ ലൈസൺ മാനേജർ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചുമായിട്ട് സംസാരിക്കുകയാണ്. ആ സംസാരത്തിന് ശേഷം പുറത്ത്, അതായത് അദ്ദേഹത്തിൻ്റെ ജേഴ്സിൻ്റെ പിറകിൽ എഴുതി വെച്ചിട്ടുണ്ട് ലൈസൺ മാനേജർ ടീം ഇന്ത്യ. അദ്ദേഹത്തെ തൊട്ടുനിന്ന് വിളിച്ചപ്പോൾ തിരിഞ്ഞപ്പോഴാണ് അത് ഈസക്കയാണ്. അദ്ദേഹം പറഞ്ഞിട്ടില്ല ഞാൻ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ ലൈസൺ മാനേജറാണെന്ന്. ഞാനും പറഞ്ഞില്ല ഞാനാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് എന്ന്. പിന്നീടൊരു പതിവ് ആശ്ലേഷവും, പിന്നീട് ആ ടീമിനൊപ്പം, അതായത് ഇന്ത്യ 3 മത്സരങ്ങളിൽ തോറ്റെങ്കിൽ പോലും അദ്ദേഹം അതാണ് ശരിക്കും ടീമിൻ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവനാണ്. സംഗീതം എന്ന് പറഞ്ഞാൽ അതിലേറെ, അതായത് ഏത് പാട്ടുകളും, അദ്ദേഹത്തിന് ഒരു തമിഴ് ഒരു പാട്ടുകളോട് പ്രത്യേക സ്നേഹമുള്ളത് കൊണ്ട് SP ആണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട ഗായകനെന്ന്, SP ബാലസുബ്രഹ്മണ്യം. ആ പാട്ടുകൾ സുന്ദരമായിട്ട് അദ്ദേഹം പാട്ട് കേൾക്കുകയും പാടുകയും മാത്രമല്ല, നാഗൂർ ഹനീഫയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വാചാലനായി സംസാരിച്ചുകൊണ്ടേയിരിക്കും. പിന്നീട് എത്ര പേർക്കാണ് അദ്ദേഹം കൈ അയച്ച് സഹായങ്ങൾ കൊടുത്തിട്ടുള്ളത്. മലയാളത്തിലെ ഏറ്റവും മികച്ച പിന്നണി ഗായകർ ഉൾപ്പെടെ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന സാധാരണക്കാരായ ഗായകർക്ക് വരെ, അല്ലെങ്കിൽ സാധാരണക്കാരായ കളിക്കാർക്ക്, ഫുട്ബോൾ, ക്രിക്കറ്റ്, വോളിബോൾ എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ചന്ദ്രിക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. ചന്ദ്രികയ്ക്ക് വേണ്ടി അദ്ദേഹം മരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മരിക്കും എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഒന്നുമില്ല. അത്രമാത്രം ചന്ദ്രികയെ സ്നേഹിച്ച ഒരാളാണ്. മുസ്ലിം ലീഗിനെ സ്നേഹിച്ച ഒരാളാണ്. KMCC എന്ന് പറഞ്ഞാൽ, ഖത്തറിലെ KMCC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ്. എത്രയോ വേളകളിൽ, അതായത് ഞാനൊക്കെ എത്രയോ തവണ ഖത്തറിൽ പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് പലവിധ പരിപാടികൾക്കായിട്ട് പോയി. എപ്പോഴും ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹം മാത്രം നൽകിയ ഒരു മനുഷ്യനാണ് പ്രിയപ്പെട്ട മുഹമ്മദ് ഈസ എന്ന ഈസക്ക. മുഹമ്മദ് ഈസ എന്ന് ഞങ്ങൾ ആരും അദ്ദേഹത്തെ വിളിക്കാറില്ല, ഈസക്കയാണ് അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, സ്നേഹത്തിൻ്റെ നിറകുടം എന്ന് വിശേഷിപ്പിക്കാവുന്ന, സാഹോദര്യത്തിൻ്റെ, എല്ലാത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ ഒരു മുഖമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിയോഗം ശരിക്കും നമ്മൾ ആലങ്കാരികമായിട്ട് പലപ്പോഴും പറയാറുണ്ട്, ആര് മരിച്ചാൽ തീർത്താൽ തീരാത്ത നഷ്ടം എന്നൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഈ വിയോഗം എന്ന് പറയുന്നത്, ആ സ്നേഹമുഖം, ആ പുഞ്ചിരിക്കുന്ന മുഖം, ആ ആശ്ലേഷം ഇനി ഒരിക്കലും തിരികെ കിട്ടില്ല എന്ന് സത്യം മനസ്സിലാക്കുമ്പോൾ സത്യത്തിൽ സങ്കടമുണ്ട്. അദ്ദേഹത്തിൻ്റെ പരലോക മുക്തിക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളും നേരുന്നു.